2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അസമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, ട്വിസ്റ്റുകൾ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വോട്ടർ സർവേ. അതായത് അന്തിമ വോട്ടർ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അസമിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണ്? ഒരു BJP തരംഗമാണോ അവിടെ ഉണ്ടാവാൻ പോകുന്നത്? അതല്ല അവിടെ ഒരു കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അസമിനെ സംബന്ധിച്ചിടത്തോളം. അസമിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, 2026 അസം തെരഞ്ഞെടുപ്പ് NDA ഹാട്രിക് വിജയം നേടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു സർവേ നിരീക്ഷിക്കുമ്പോഴത്തേക്കും അസമിൽ BJP നയിക്കുന്ന NDA തുടർച്ചയായ 3ാം വിജയം നേടുമെന്ന് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ പ്രവചിക്കുകയാണ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുള്ള ശക്തമായ നേതൃത്വ മുൻഗണനയും ക്ഷേമ ഭരണ നടപടികൾക്കുള്ള സ്ഥിരമായ വോട്ടർ പിന്തുണയും സർവേ എടുത്തു കാണിക്കുന്നുണ്ട്. അസം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ മാനസികാവസ്ഥയുടെ നിർണായകമായ ഒരു സ്നാപ്ഷോട്ട് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ നൽകുന്നുണ്ട്. വോട്ടർ നടത്തിയ സർവേയിൽ BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തുമെന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് അതിൻ്റെ ആധിപത്യം ശക്തിപ്പെടുത്തുമെന്നും സൂചന നൽകുന്നുണ്ട്. കണ്ടെത്തലുകൾ അനുസരിച്ചാണെങ്കിൽ 126 അംഗ അസം നിയമസഭയിൽ NDA 96-നും 98-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നും ഇത് സുഖകരമായ ഭൂരിപക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് തന്നെ. അതായത് 126 അംഗ അസം നിയമസഭയിൽ NDA 96-നും 98-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ കാറ്റ്, അതായത് ഒരു വലിയ തരംഗമെന്ന് തന്നെ അതിനെ എടുത്തു പറയേണ്ടി വരും. അതും NDAയുടെ തരംഗമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ കഴിഞ്ഞ ദശകത്തിൽ സംസ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യം ക്രമാനുഗതമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഖ്യത്തിന് ഒരു സുപ്രധാന രാഷ്ട്രീയ നാഴികക്കല്ലായിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം പിന്നിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സർവേ ഫലം നോക്കുമ്പോഴത്തേക്കും. അതായത് ഏകദേശം 26 മുതൽ 30 വരെ സീറ്റുകളാണ് നേടാനാകുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് BJP NDAക്ക് 96 മുതൽ 98 സീറ്റുകൾ വരെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിന് 26 മുതൽ 30 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം NDAയുടെ, വളരെ വലിയ തോതിലുള്ള തിരിച്ചടി പ്രതിപക്ഷത്തിന് എന്നുള്ളതും എടുത്തു കാണിക്കുന്നുണ്ട്. അതേസമയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളിലെ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും മത്സരം ഇപ്പോഴും മത്സരാത്മകമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ വോട്ട് വിഹിത കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും, വോട്ട് വിഹിതം ഈ ഒരു സർവേ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വോട്ട് വിഹിതത്തിലും NDA വ്യക്തമായ ലീഡ് നേടുന്നുണ്ടെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 48% പേർ സഖ്യത്തിന് പിന്തുണ പ്രകടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് ഏകദേശം 35% ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തന്നെ. വോട്ട് വിഹിതത്തിൻ്റെ ഒരു പ്രത്യേക വിശകലനം NDAയെ 42%-ലധികമായി കാണിക്കുന്നു. പ്രതിപക്ഷ ബ്ലോക്കിന് ഇത് 36%-ലധികമായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഡാറ്റ സൈറ്റുകളിൽ സംഖ്യകളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും പ്രവണത സ്ഥിരമായി തുടരുന്നു. ഭരണസഖ്യത്തിന് നിർണായക മുൻതൂക്കം ഉണ്ട് എന്നും സർവേ വ്യക്തമാക്കുന്നു. ഈ പിന്തുണയുടെ വ്യാപകമായ സ്വഭാവമാണ് വേറിട്ട് നിൽക്കുന്നത്. അപ്പർ അസം, ലോവർ അസം, നോർത്ത് ബാങ്ക് എന്നിവിടങ്ങളിൽ NDA മുന്നിലാണെന്ന് മേഖല തിരിച്ചുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് പ്രാദേശികവൽക്കരിച്ച ആധിപത്യം മാത്രമല്ല, വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരവുമായ വിഭാഗങ്ങളിലുടനീളം വിശാലമായ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നു. സർവേയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന്, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നേതൃത്വപരമായ കരുത്ത് ഉണ്ടെന്നാണ്. ഏകദേശം 48% ആളുകളും അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ്ക്ക് ഏകദേശം 37% പിന്തുണ ലഭിച്ചു. ശർമ്മയുടെ തുടർച്ചയായ ജനപ്രീതിയും NDAയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പ്രധാന പങ്കിനെയും ഈ വിടവ് അടിവരയിടുന്നു. എന്തുതന്നെയായാലും
ഒരു ഈസി വിന്നാണ് സർവേ റിസൾട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതും ഒരു തരംഗം, അതായത് 100 അടുപ്പിച്ച് സീറ്റുകളാണ് അസമിൽ BJP NDAക്ക് പറയുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്തിന് 30-ൽ താഴെ സീറ്റുകളാണ് പറയുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.